പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മതസ്പർദ്ധയുടെ ഒരു കാലഘട്ടമാണ്. എവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരേ ജാതിയിൽപ്പെട്ടവർ, ഒരേ മതത്തിൽപ്പെട്ടവർ, ഒരേ വിഭാഗത്തിൽപ്പെട്ടവരെ മറ്റുള്ളവരെ താറടിച്ച് വേദനിപ്പിച്ച് സ്പർദ്ധയുണ്ടാക്കി ഗ്രൂപ്പുകളാക്കുക. പ്രിയപ്പെട്ടവരെ, അതിനെ നമ്മൾ ഒരിക്കലും വളർത്തരുത്, പ്രോത്സാഹിപ്പിക്കരുത്. ഒരിക്കലും മറ്റ് ദൈവങ്ങളെയോ മറ്റു മതങ്ങളെയോ ആക്ഷേപിച്ച് കുറ്റപ്പെടുത്തി ആരും പ്രസംഗിക്കാൻ പാടില്ല. നമുക്കറിയാം, പത്രോശ്ലീഹ പറയുന്നുണ്ട്, 1 പത്രോസ് 3:15, അതായത് നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയുവാൻ സദാ സന്നദ്ധർ ആയിരിക്കുവിൻ. അത് പറയുന്നത് എന്താണ്? കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രാജാവായി, കർത്താവായി യേശുക്രിസ്തുവിനെ രക്ഷകനായി, നാഥനായി നിങ്ങൾ പൂജിക്കുക. ഇനിയും അതെ, ഇപ്രകാരം മറ്റുള്ളവരോട് വിശദീകരണം കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നും കൂടെ പറയുന്നുണ്ട്. ശാന്തതയോടും ബഹുമാനത്തോടും കൂടെ. ഹല്ലേലൂയ. വ്രണപ്പെടുത്തിക്കൊണ്ടല്ല, നിശ്ചയമായിട്ടും അവന്റെ മതം, അവന്റെ ദൈവം ആരെന്ന് പറയാനും പ്രഖ്യാപിക്കാനും അതിലേക്ക് ക്ഷണിക്കാനും എല്ലാവരുടെ സ്വാതന്ത്ര്യമുണ്ട്. നിശ്ചയമായിട്ടും ബൈബിൾ മുഴുവൻ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും, ലോകത്തെ മുഴുവൻ, ഒരു കുഴപ്പമില്ല. പക്ഷേ മറ്റുള്ളവരുടെ മതഗ്രന്ഥങ്ങളെ കുറ്റപ്പെടുത്താൻ പാടില്ല, താഴ്ത്തിക്കെട്ടാൻ പാടില്ല. നമ്മുടെ എത്ര വേണേലും പുകഴ്ത്തി പറയുക, ഉയർത്തി പറയുക, അത് ഓരോരുത്തരും ചെയ്തോട്ടെ. അങ്ങനെയായിരുന്നു പണ്ടും ചെയ്തിരുന്നത്. അന്ന് ഈ സ്പർദ്ധകളില്ല. ഇന്ന് അപ്പോളജറ്റിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അത് മറ്റു മതങ്ങളുടെ ഭാഷകളും പഠിച്ച് അവരുടെ പുസ്തകങ്ങളും പഠിച്ച് ഗ്രന്ഥങ്ങളും പഠിച്ചിട്ട് അത് താഴ്ത്തിക്കെട്ടി തിന്മയായിട്ട് അത് ദൈവമല്ലെന്നും അവർ ദൈവമല്ലെന്നും അത് യഥാർത്ഥ മതമല്ലെന്നും ഒക്കെ പറയുന്ന ഒരു പ്രവണത നമ്മൾ ക്രിസ്ത്യാനികളുടെ ധാരാളമായി വന്നുകൂടി. അതിന്റെ പറയുന്നത് അത് സുവിശേഷവൽക്കരണം, അത് സുവിശീകരണമാണ്, അല്ല എവഞ്ചലൈസേഷന്റെ ഭാഗമല്ല. അത് എവഞ്ചലൈസേഷൻ, എവങ്കേലിയും എന്ന് പറഞ്ഞാൽ ബൈബിളാണ്, സുവിശേഷമാണ്, അതിന്റെ പ്രഘോഷണമാണ്. മറ്റു മതങ്ങളുടെ പ്രഘോഷണമോ മറ്റു മതങ്ങളെ പറ്റിയുള്ള വിശദീകരണമോ ഒന്നുമല്ല. ഒരിക്കലും താരതമ്യപ്പെടുത്തി പറയേണ്ട കാര്യം നമുക്കില്ല. മറ്റ് മതങ്ങളെയും അവരുടെ മതവിശ്വാസങ്ങളെയും ഗ്രന്ഥങ്ങളെയും പ്രാർത്ഥനാ ജീവിതങ്ങളെയും അത് പഠിച്ച് നമ്മുടെ വിശ്വാസവുമായിട്ട് താരതമ്യപ്പെടുത്തേണ്ട ആവശ്യമേ നമുക്കില്ല. നമുക്കതിലെല്ലാം ഉയർന്ന ഒന്ന് അത് ക്രിസ്ത്യാനികൾക്കുണ്ട്, വലിയ മുതലുണ്ട്. ഇനിയും ആ വിശ്വാസങ്ങളെ ഒരിക്കലും താഴ്ത്തിക്കെട്ടുവാനോ താരടിക്കാനോ പറയാൻ പാടില്ല. മറ്റുള്ള വികാരങ്ങളെ അങ്ങനെ മുറിപ്പെടുത്താനും പാടില്ല. നമ്മൾ അതൊക്കെ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ മാന്യമായ ബഹുമാനത്തോടുകൂടി ശാന്തതയോടുകൂടി നമ്മുടെ കാര്യങ്ങൾ പറയുക. നമ്മുടെ മതത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത, അവൻ ഏകരക്ഷകനാണ് പറയാം. പക്ഷെ മറ്റു മതങ്ങളുമായിട്ട് വേദനിപ്പിച്ച് ഒരു തീവ്രവാദം ഉണ്ടാക്കാൻ പാടില്ല. നമുക്ക് എന്താണ്, തീഷ്ണമതികളായിരിക്കണം. നമുക്ക് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എപ്പോഴും നമ്മൾ തീഷ്ണതയുള്ളവരായിരിക്കണം നമ്മുടെ വിശ്വാസത്തില്, നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം. പക്ഷെ അത് ഒരിക്കലും തീവ്രവാദമാകരുത്. തീവ്രവാദം ദുരാത്മാവിന്റെ പ്രവർത്തനമാണ്, തീഷ്ണത പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു പുണ്യമുണ്ട്, സഹിഷ്ണുത. ആ സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ മതസഹിഷ്ണുത. അപ്പോൾ നമുക്കറിയാം, ഈ സഹിഷ്ണുതയോടെ ആയിരുന്നു നമ്മുടെ കേരളത്തിൽ ഈ 3 മതങ്ങളും സന്തോഷത്തോടെ ജീവിച്ചിരുന്നത്. ഇന്ന് ഈ സഹിഷ്ണുത പോയി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ കൃപ അത് നഷ്ടപ്പെട്ടു. ഞാൻ ഈ പറയുമ്പോൾ എന്നെ ഒത്തിരി പേര് കുറ്റപ്പെടുത്തിയെന്ന് പറയാം, ഏകരക്ഷകനെതിരായിട്ടാണ് അച്ഛൻ പറയുന്നതെന്ന്. അല്ല, ഒരിക്കലുമല്ല. ഞാനും വചനപ്രഘോഷകനാണ് 52 വർഷമായിട്ട്. നിങ്ങൾ ആരെക്കാളും വചനം പ്രഘോഷിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെക്കാളും വിജാതിയോട് നേരിട്ട് വചനം പ്രഘോഷിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളോട്. അവിടെ എങ്ങനെ ഞാൻ ഒരിക്കലും അവരുടെ പുസ്തകം തെറ്റാണെന്നോ അവരുടെ മതം തെറ്റാണെന്നോ ദൈവം തെറ്റാണെന്നോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതേസമയം ബൈബിൾ മുഴുവൻ അത് കലക്കി കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് അവർ മനഃശാന്തപ്പെടാനും കർത്താവിലേക്ക് വരുവാനും ഇടയായിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഒരു റിലീജിയസ് സിങ്കർട്ടിസം വേണമെന്നല്ല. അതായത് മതത്തോടുള്ള സ്നേഹത്തെ സഹിഷ്ണുത എന്ന് പറയുമ്പോൾ മറ്റു മതങ്ങളിലെ പ്രാർത്ഥനകളോ രീതികളോ ഏറ്റെടുക്കണമെന്നല്ല ഞാൻ ഈ പറയുന്നത്. മറ്റു മതങ്ങളോ വിശ്വാസമായിട്ട് കോംപ്രമൈസ് പാടില്ല. വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം നമുക്ക് വേണം.
അത് തന്നെയായിരിക്കാം നമ്മുടെ മനോഭാവം പഠിപ്പിക്കുന്നത്. വിട്ടുവീഴ്ച പാടില്ല. അതെ, പക്ഷേ അതെ, മറ്റു മതങ്ങളെ ഒരിക്കലും താഴ്ത്തിക്കെട്ടി പറയരുത്. ഒരിക്കലും അതെ, അവരെ മോശമായി പറയരുത്. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം സ്നേഹിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, ശപിക്കരുത്. സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുവിൻ, അതെ, കരയുന്നവരോട് കരയുവിൻ. നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവിൻ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പൗലോസ്ലീഹ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇത് 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, റോമാക്കാർക്ക് ലേഖനത്തിൽ. അവിടെ അത് നമ്മുടെ മതത്തോട്, നമ്മുടെ വിശ്വാസത്തോട്, നമ്മുടെ യേശുക്രിസ്തുവിനോട് തീഷ്ണതയുണ്ടായിരിക്കണം. അത് തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കണം നമ്മൾ ഓരോരുത്തരും. അത് നമ്മൾ 12-ാം അധ്യായത്തിലാണല്ലോ വായിക്കുന്നത്, അത് റോമാക്കാർക്ക് ലേഖനത്തിൽ. പ്രേമയുടെ നമുക്ക് അത് അങ്ങനെ പരസ്പര ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഒരു സമൂഹ ജീവിതം കഴിക്കണം. നമ്മൾ മതം കുറ്റപ്പെടുത്താൻ പോകരുത്. അവരുടെ വിശ്വാസങ്ങളെ ആരുടെയും ബന്ധപ്പെടുത്താൻ പാടില്ല എന്ന് ഞാൻ പറയും. ഇത് ഈ അടുത്തൊരു നാളില് അതെ, ഈ സുവിശേഷ പ്രഘോഷണത്തിന്റെ തീഷ്ണതയിൽ ഏറെ പേരും ചെയ്തു. അതിന്റെ ഫലം നമ്മൾ കൊയ്തോടും കൂടി ഇരിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മറ്റു മതങ്ങളൊക്കെ അല്ലെങ്കിൽ മറ്റു മതസ്ഥരൊക്കെ ക്രിസ്ത്യാനികളെ വെറുക്കുന്നതിന് ഒരു പ്രധാന കാരണം അതും കൂടിയാണ്. നമ്മൾ തന്നെയാണ് അതിന് ഒരു പക്ഷെ കാരണം കൊടുത്തത് എന്ന് ചില മത പ്രഘോഷകർ അഥവാ സുവിശേഷ പ്രഘോഷകർ ഒന്ന് ചിന്തിച്ച് തിരുത്തുന്നത് ഒരു പക്ഷെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, നമ്മൾ അത് കണിശമായിട്ടും നമ്മുടെ മതവും നമ്മുടെ വിശ്വാസവും നമ്മുടെ ദൈവവും ഉയർത്ത കാണിക്കണം. യാതൊരു ഉറപ്പുമില്ല. പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നമ്മുടെ നാട്ടിലുണ്ട്. ഇനിയും അതിലേക്ക് വരാനും ക്ഷണിക്കാൻ പറ്റും. അത് നിർബന്ധിക്കാൻ പറ്റില്ല. കണിശമായിട്ട് നിർബന്ധിച്ചാരെയും ഒരു മതത്തിലും ചേർക്കാനും പാടില്ല. അത് നമ്മൾ ക്രിസ്തു മതത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, ക്രിസ്ത്യാനികൾ തന്നെ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ സഭയുടെ നയവും അതാണ്, ആരെയും നിർബന്ധിച്ച് മാമോദിസ കൊടുക്കരുത്. ഇനി ആരെങ്കിലും വരുന്നെങ്കിൽ അത് തുറന്ന ഹൃദയത്തോടെ അവരെ സ്വീകരിക്കുക, ആരെയും മാറ്റി നിർത്താൻ പാടില്ല. ഇനിയും അതെ, എന്താണ് അപ്പോളജറ്റിക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ, അപ്പോളജറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡിഫൻസ് ഓഫ് ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസം സംരക്ഷിക്കൽ ആണ്. ഇനിയും ദിസ് ഈസ് എ സിസ്റ്റമാറ്റിക് ഡിഫൻസ് ആൻഡ് റാഷണൽ ജസ്റ്റിഫിക്കേഷൻ ഓഫ് എ പർട്ടിക്കുലർ ബിലീഫ്, ഓഫൻ റിലീജിയസ് ബിലീഫ്, ബൈ പ്രസന്റിംഗ് seasoned arguments and addressing the objections. അതായത് എന്താണ് അപ്പോളജറ്റിക്സ്? പലരും ഞാൻ അപ്പോളജറ്റിക്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ സഭയുടെ കാവൽക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള മതങ്ങളെ താഴ്ത്തി കെട്ടി പറഞ്ഞുകൊണ്ട്, കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ട് വീഡിയോകളുണ്ട്, പ്രസംഗങ്ങളുണ്ട്. കാണുമ്പോൾ എന്റെ ഹൃദയം വേദനിക്കാറുണ്ട്. പ്രിയപ്പെട്ടവർ, പാടില്ല. അതായത് എന്താണ് അവരവരുടെ വിശ്വാസത്തെപ്പറ്റി നീതീകരിക്കുന്നതും അത് ശ്രേഷ്ഠമാണെന്ന് പറയുകയും അതിന്റെ ആർഗ്യുമെന്റ്സ്, അതിന്റെ വിശദീകരണങ്ങളും അതിനെതിരെയുള്ള ഒബ്ജക്ഷനും മാറ്റിക്കളഞ്ഞ് പറയുന്നതാണ് അപ്പോളജറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോളജറ്റിക്സിന്റെ മലയാള വാക്കെനിക്കില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ മതസംരക്ഷകർ എന്നോണെ പറയാൻ സാധിക്കും, വിശ്വാസ സംരക്ഷകർ എന്ന് പറയാൻ സാധിക്കും. നമുക്ക് പഴയ കാലത്ത് നമ്മുടെ പിതാക്കന്മാർ വല്ലതും അങ്ങനെ ഉണ്ടായിരുന്നു. 2000 വർഷങ്ങളിൽ അതെ, ക്രിസ്തീയതയെ ഡിഫെൻഡ് ചെയ്തവർ എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി നിലകൊണ്ടവർ, പച്ചക്കെ തത്വങ്ങൾ തിയോളജി പഠിപ്പിച്ചവർ, അതെല്ലാം അവരാരും ഒരിക്കലും, നിങ്ങൾ തിയോളജിയൊക്കെ പഠിച്ച അച്ഛന്മാർക്കറിയാം, ആ തിയോളജി പഠിച്ച കാലത്ത് ഒരു മരങ്ങളെയും താഴ്ത്തിക്കെട്ടി നിങ്ങൾ പഠിച്ചില്ല. നമ്മുടെ മതത്തെപ്പറ്റി, നമ്മുടെ വിശ്വാസ സംഹിതകളെപ്പറ്റി നമ്മൾ പഠിച്ചു. അതായിരുന്നു അത് പ്രഘോഷിക്കേണ്ടതും. അതുകൊണ്ട് ഞാനൊരു ചെറിയ ഉപദേശ രൂപണ തരുന്നു. ചില പറയായിരിക്കും മഞ്ഞാക്കളച്ചിന്റെ പഴയ മനോഭാവം എല്ലാം മാറിയപ്പോൾ വിട്ടുവീഴ്ച മനോഭാവത്തിലേക്ക് വന്നു, കോംപ്രമൈസ് ആയിരുന്നു. ഒരു കോംപ്രമൈസ് ഒരിക്കലും ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല. യേശു ഏകരക്ഷകൻ തന്നെയാണ്. യേശു സ്ഥാപിച്ച ഏകസഭ കത്തോലിക്ക സഭയാണ്. അത് ഞാൻ എവിടെയും പച്ചയ്ക്ക് പറയും, കാര്യകാരണ സഹിതം ഞാൻ പറയും. അതിനെതിരായിട്ട് ആരെന്ത് പറഞ്ഞാലും ഞാനതിനെ എതിർത്തുകൊണ്ട് പറയും. പക്ഷെ ഞാൻ ഒരിക്കലും അതിനുവേണ്ടി അതായത് ക്രിസ്തീയ സഭകൾ പോലും താഴ്ത്തിക്കെട്ടി ഞാൻ സംസാരിക്കുകയില്ല.
അതിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ മറ്റു മരങ്ങളെയും കാത്തിക്കെട്ടി നമുക്ക് നമ്മുടേത് ഉയർത്തിക്കാട്ടി ശ്രേഷ്ഠതയോടെ ബഹുമാനത്തോടെ എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്ന ആ അന്യോന്യ യോജിപ്പും സ്നേഹവും കാണുമ്പോഴാണ് ഒരു ഇതര സംസ്കാരത്തിലും ഇതര വിശ്വാസത്തിലും അല്ലെങ്കിൽ ഇതര ദൈവങ്ങളുടെ കൂടെ ആയിരിക്കുന്നവരും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. അത് അതിശ്രേഷ്ഠമായിട്ടുള്ളത് സ്നേഹമാണ് എന്നോർക്കുക. സ്നേഹമായിരിക്കട്ടെ വചനപ്രഘോഷകരുടെ ഹൃദയത്തിലും അധരത്തിലും അതുപോലെ പ്രസംഗത്തിലും ജീവിത ശൈലിയിലും. അങ്ങനെ നമ്മൾ വശിക്കുന്ന സ്നേഹം, ദൈവസ്നേഹം, യേശുവിലൂടെ പ്രകടമാക്കപ്പെട്ട സ്നേഹം നമ്മളെ ശ്രമിക്കുന്നവർക്ക് കേൾക്കാനിടവരട്ടെ, അനുഭവിക്കാനിടവരട്ടെ. അതാണ് സുവിശേഷ പ്രഘോഷത്തിന്റെ മർമ്മം എന്ന് പറയുന്നത്. സുവിശേഷ പ്രഘോഷത്തിന്റെ മർമ്മം ഒരിക്കലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതോ വ്രണപ്പെടുത്തുന്നതോ മുറിപ്പെടുത്തുന്നതോ അല്ല. അത് യേശു ആഗ്രഹിക്കാത്തതാണ്, ദൈവം ആഗ്രഹിക്കാത്തതാണ്, സഭയും ആഗ്രഹിക്കാത്തതാണ്. സഭയും ആഗ്രഹിക്കുന്നത് സ്നേഹം, സഹിഷ്ണുത, ആത്മസംയമനം, ആ കൂട്ടായ്മ, യോജിപ്പ്, ഇതെല്ലാമാണ്. നിങ്ങളുടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കാരണം ഇവിടെ കർത്താവ് ഞാൻ ഒരു ചെറിയ വീഡിയോ ഇത് പറയാൻ കാരണം പല വീഡിയോകളും കാണുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുന്നു. പല മരങ്ങളെയും താഴ്ത്തിക്കെട്ടി കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ഫലമായിട്ട് ഏറെ വ്രണപ്പെട്ട് ക്രിസ്തുവിൽ നിന്നും ക്രിസ്തു വിശ്വാസത്തിൽ നിന്നും അത് ക്രിസ്ത്യാനികളെല്ലാം വെറുപ്പുമെല്ലാം ആയിപ്പോയി. അത് മാറ്റിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം അറിവില്ലാതെയോ അറിവ് കൂടുതലുകൊണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞുപോയി. കർത്താവ് ഒരു ചെറിയ ഉപദേശം ഞാൻ കൊടുക്കുകയായിരുന്നു. പ്രായമുള്ള ഒരാളും 52 വർഷക്കാലത്തെ വചനപ്രഘോഷണം നടത്തുന്ന ഒരാളുമായതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയായിരുന്നു. ഞാൻ ഹൈന്ദവരോട് വചനം പ്രഘോഷിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങളോട് വചനം പ്രഘോഷിച്ചിട്ടുണ്ട്. പച്ചയ്ക്ക് അത് സുവിശേഷമാണ് പ്രഘോഷിച്ചത്. അവരെ ഒരിക്കലും ഞാൻ താഴ്ത്തിക്കെട്ടിയോ അവർ ഇരിക്കുന്നത് നരകത്തിലാണെന്നോ തിന്മയിലാണെന്നോ നാശത്തിലാണെന്നോ ഒരിക്കലും ഞാൻ പ്രവചിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല, പറയുകയുമില്ല. ഞാനവരോടെല്ലാം പറഞ്ഞത് യേശു ഏകരക്ഷകനാണ്, യേശുവാണ് ഏക ദൈവം, യേശു മാത്രമാണ് പാപങ്ങൾ നിഹനിച്ചവൻ, യേശു മാത്രമാണ് നമുക്ക് വേണ്ടി കുരിശിൽ ജീവൻ നൽകി ഇപ്പോഴും ആ ജീവനെ നമുക്ക് വിശുദ്ധ കുർബാനയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ യേശു അതെ എല്ലാവരെയും സ്നേഹിക്കുന്നു, സ്നേഹത്തിന് വേണ്ടി ആ ത്യാഗം ചെയ്ത് സ്വയം മുറിപ്പെടുത്തിയതും അതെ സ്വയം ജീവനെ നൽകിയതുമല്ല. അപ്രകാരം പ്രഘോഷിക്കുവാൻ എന്റെ സഹവചന പ്രഘോഷകരെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരമുള്ള വചനപ്രഘോഷങ്ങൾ ആരെയെങ്കിലും മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കഥാ മുറിവുകൾ ഉണക്കണമേ. അവരോട് ഞാൻ ആത്മന ക്ഷമ ചോദിക്കുന്നു. അറിവുകൾ കൊണ്ട് അഥവാ അറിവ് കൂടുതൽ കൊണ്ടും അഹങ്കാരം കൊണ്ടും അപ്രകാരം ആരെങ്കിലും സംസാരിപ്പിച്ച് ആരെങ്കിലും വേദനിക്കുന്നവരുണ്ടെങ്കിൽ കഥാവെ ഞാൻ മാപ്പ് ചോദിക്കുന്നു. അവരുടെ എല്ലാ നാമത്തിൽ ക്ഷമിക്കണമേ. നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ, ഞങ്ങളോട് ക്ഷമിക്കൂ. ഞങ്ങളുടെ ക്രിസ്തീയത സ്നേഹത്തിന്റെ തത്വശാസ്ത്രമാണ്, ദൈവശാസ്ത്രമാണ്. സ്നേഹം ദൈവം സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ പൂർണ്ണമായ പ്രകടനം കുരിശിലെ യേശുവിൽ കാണുന്നു. ആ സ്നേഹമാണ് ഞങ്ങൾ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നത്. ആ സ്നേഹത്തിൽ നമ്മൾ ഇവിടെയും ഈ ലോകം വിട്ടുപോകുമ്പോൾ പരലോകത്തിലും ജീവിക്കണം. നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് കരങ്ങൾ നീട്ടി ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.